നീർനാഗം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സർപ്പയജ്ഞത്തിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത്. എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴത്തെ കഥയാണ്. ബഷീറിന് 6-7 വയസ്സുള്ളപ്പോഴാണ് ഈ കഥ നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പനുണ്ടായിരുന്നു. നമ്മുടെ ടി വിയിലൊക്കെ കാണത്തില്ലേ പാമ്പിനെ കൊല്ലുന്ന ആളാണ്. അതുപോലത്തെ ഒരു പാമ്പിനെ കൊല്ലുന്ന ഒരാളുണ്ടായിരുന്നേ. ഏത് ഭയങ്കര മൂർഖനോട് അദ്ദേഹം എതിരിടും. എങ്ങനത്തെ വിഷമുള്ള മൂർഖനാണെങ്കിലും ഈ പുള്ളിക്കാരൻ അതിനോട് എതിരിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണമെന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ്. നീർനാഗം എന്ന് പറഞ്ഞാൽ നീർക്കോലിയെ. ഞാനീ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ്. ഒരു 2 അടി നീളം, ചെറുവിരലിൻ്റെ അത്ര വണ്ണം. 2 അടി നീളമുണ്ട്, ചെറുവിരലിൻ്റെ അത്രയും വണ്ണമുണ്ട്. തോട്ടിൽ ആമ്പലിൻ്റെ അടുത്ത് അങ്ങനെ തല നീട്ടി ഇരിക്കുകയാണ്. ആമ്പലിൻ്റെ അടുത്താണ് ഇരിക്കണത് കേട്ടോ. ആരാണ് ഇരിക്കണത്? നീർനാഗം. നീർക്കോലി അങ്ങനെ ഇരിക്കണം. എവിടെ ഇരിക്കുകയാണ്? ആമ്പലിൻ്റെ അടുത്തിരിക്കുകയാണ്. ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം. പരൽ എന്നാണ്? പരല് മീൻ. പരലെന്നാണ്? മീൻ. പറഞ്ഞോ, പരലെന്നാണ്? മീനാണ്. പരല് പോവുകയാണെങ്കിൽ പിടിക്കാം. നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പരുടെ പേര് നീർക്കോലി. ഞാൻ വലിയ ഒരു പച്ച ഈർക്കിലെടുത്ത് അറ്റത്തൊരു കുടുക്കുണ്ടാക്കി. ഒരു ഈർക്കിലെടുത്തിട്ട് അറ്റത്തൊരു കുടുക്കുണ്ടാക്കി. കുടുക്കറിയാലോ? എന്നിട്ട് സാവധാനം, വളരെ സാവധാനം അവൻ്റെ കഴുത്തിന് വെച്ചിടിക്കുക. കഴുത്തേലോട്ട് വെച്ച കുടുക്ക് വലിച്ച് ഒരു വലി. ഇതാ നീർനാഗം ഈർക്കിലിൻ്റെ തുമ്പിൽ തൂങ്ങി. ഈർക്കിലിൻ്റെ തുമ്പിൽ നീർക്കോലി തൂങ്ങിയത്. അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറിയിറങ്ങി. ഇതിനെ കൊണ്ട് പല വീട്ടിലും പോയി. സമപ്രായക്കാർ അതിൽ കുറഞ്ഞവരുമായി വിട്ട് വളരെ ശിഷ്യകളെ സമ്പാദിച്ചു. സമപ്രായക്കാരനാണ് ഒരേ പ്രായമുള്ളത് കേട്ടോ. സമപ്രായക്കാർ അതിൽ കുറഞ്ഞവരുമായി വിട്ട് വളരെ ശിഷ്യകളെ സമ്പാദിച്ചു. നേരം ഉച്ചയായി. വിശപ്പ് തോന്നി തുടങ്ങി. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു. നീർനാഗത്തിനെ കൊണ്ട് അവിടെ തൂക്കിയിട്ട് കേട്ടോ. അതിൻ്റെ അടുത്തുണ്ട് തന്നെ 2-3 ചൂരൽ വടികൾ തിരികിയിട്ടുണ്ട്. പ്രായം അനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ട്. എന്തിനാ ചൂരൽ വടിക്ക് കേട്ടോ. വലുത് എന്നെ അടിക്കാൻ. ഈ വടികളെല്ലാം തരാതരം പോലെ ഉടയത്തൂർ മലയിൽ നിന്ന് എൻ്റെ ബാപ്പ കൊണ്ടുവന്നു. വടികളെല്ലാം ഉടയത്തൂർ മലയിൽ നിന്ന് ബാപ്പ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരെണ്ണം എന്തിനാണ്? ഒരെണ്ണം ബഷീറിനെ അടിക്കാനാണ്. ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് വറുക്കുകയോ ചെയ്യുകയാണ്. ഊണിന് ലേശം താമസം. ഊണ് ഇച്ചിരി താമസിക്കും. ഉമ്മ കൂട്ടാൻ വെച്ചിട്ടിരിക്കുകയാണ്. ഞാൻ അയൽപക്കത്ത് ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു. ഒരു ശിഷ്യൻ്റെ കയ്യിൽ നിന്ന് പകുതി തേങ്ങാപ്പുള് വാങ്ങിച്ച് തിന്നു. അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി. ബാപ്പ എങ്ങനെ വിളിക്കണം? കഠോരമായ വിളിയാണ് കേട്ടോ. ഇടാ. ബാപ്പ വിളിച്ച ഇടാന്ന്. ഓ, ഇന്ന് ഞാൻ വിളി കേട്ടു. എന്നിട്ട് വീട്ടിൽ ചെന്നു. അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിക്കും. നിസ്കാരപ്പായ വിരിക്കുന്ന അറിയാമോ? നിസ്കരിക്കുക. മുസ്ലിംസ് ചെയ്യത്തില്ലേ? നിസ്കരിക്കണം എന്ന് പറയുന്നത്. പള്ളിയിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നവര് നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. കാല് കഴുകി അതിൽ കയറി നീട്ടി നിവർന്നു നിന്നു. അല്ലാഹു അക്ബർ എന്ന് കൈകൾ 2 ഉയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുമ്പിൽ ഒരു നീർനാഗം. ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി. സാധാരണയായി ഏതെങ്കിലും പ്രാർത്ഥനയ്ക്കിടയ്ക്കുണ്ടായാൽ അത് വകവയ്ക്കാറില്ല. പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പേറ്റാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചിരുന്നത്. ഒരു ബാപ്പ വിളിച്ചു. എന്താണ്? ഉമ്മ വിളി കേട്ടുകൊണ്ട് വന്നു. ബാപ്പ ചൂണ്ടിക്കാണിച്ചു. എന്താണടിയത്? ഒരു നീർക്കോലി കുഞ്ഞാണ്. എന്നാൽ കൊണ്ടുപോയി നീ മുലകൊടുത്ത് വളർത്തിക്കൂ. ഞാൻ എന്തിനാ മുലകൊടുത്ത് വളർത്തുന്നത്? ഞാൻ തെറ്റതാണ്. ബാപ്പയും ഉമ്മയും തമ്മിലുള്ള സംസാരമാണ് കേട്ടോ. ബാപ്പ ഇങ്ങനെ വിളിച്ചിട്ട് ഉമ്മയോട് ചോദിച്ചു ഇതെന്നാണെന്ന് ചോദിച്ചപ്പോൾ നീർക്കോലി കുഞ്ഞാണെന്ന് പറഞ്ഞ്. അപ്പോൾ ബാപ്പയും ഉമ്മയും തമ്മിലുള്ള സംഭാഷണമാണ്. ഉമ്മ പറ്റതല്ല ആ നീർക്കോലി കുഞ്ഞിനെ. ഉമ്മ പ്രസവിക്കാത്ത ഒരു നീർക്കോലി കുഞ്ഞിനെ ഉമ്മ മുലകൊടുത്ത് എന്തിനു വളർത്തണം? പിന്നെ ഇതെന്തിനാടി? ഞാൻ എങ്ങനെ അറിയാനാണ്? ഇവിടെ ഇതെങ്ങനെ വന്നടി? ഞാൻ എങ്ങനെ അറിയും? ഉമ്മ പറഞ്ഞു. അവനായിരിക്കും. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്. അവൻ എവിടെടി? ആരാണ് ഉദ്ദേശിക്കുന്നത്? ബഷീറാണ് ചെയ്തല്ലേ? അവൻ എവിടെടി? അവിടെ എങ്ങാനും കാണാം. അങ്ങനെയാണ് ഇട എന്നുള്ള അട്ടഹാസം ഉണ്ടായത്. ഞാൻ സല്ലിത്. അട്ടഹാസം എന്ന് പറഞ്ഞാൽ എന്നാണ്? ഭയങ്കര സൗണ്ട് കേട്ടോ. ഇട എന്നുള്ള അട്ടഹാസം ഉണ്ടായത്. ഞാൻ സന്നിധിയിൽ ചെന്നു.
നീർനാഗം കിടന്ന് പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു. എന്തടാ ഇത്? ഞാൻ പറഞ്ഞു, നീർനാഗം. ബാപ്പ ചിരിച്ചു. കേട്ടോടി, പാവപ്പെട്ട നീർക്കോലി കുഞ്ഞ് നീർനാഗം. ഉമ്മ പറഞ്ഞു, പള്ളിക്കൂടത്തിൽ നിന്നായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല. ഞങ്ങളുടെ നാട്ടിലൊരു പാമ്പ് കളിക്കാരൻ വന്നു. തമിഴനാണ്. ഒരു തമിഴൻ പാമ്പ് കളിക്കാരൻ വന്നായിരുന്നു കേട്ടോ. സാമാന്യ ഭേദപ്പെട്ട 2-3 മൂർഖൻ പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടുവന്ന് കളിപ്പിച്ചു. മേൽപ്പടിയാൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? പാമ്പ് കളിക്കാരനെ. ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം വെളിമ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ടയരികിൽ വെച്ചിട്ട് ഉറങ്ങി. ഉണർന്ന് നോക്കുമ്പോൾ പാമ്പുകളുമില്ല, കൊട്ടയുമില്ല. സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു വന്നു. അപ്പം ഈ പാമ്പ് കളിക്കാരൻ എന്ത് ചെയ്ത്, അത് അടുത്തിങ്ങനെ പാമ്പിൻ്റെ കൊട്ടയൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങി. എണീറ്റ് നോക്കുമ്പോൾ പാമ്പുമില്ല, കൊട്ടയില്ല. പിന്നെ ആ പാമ്പുകളെയും കൊട്ടയും കിട്ടുന്നത് 4 ദിവസം കഴിഞ്ഞാണ്. ആ 4 ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി. പിന്നെയും പാമ്പുകളെ പിടിക്കാൻ ശ്രമിച്ചു കേട്ടോ. അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുടെ സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞ 4-5 നീർക്കോലികളാണ്. അദ്ദേഹം അതിനെല്ലാം കൊണ്ട് ചന്തയിൽ വന്നു. പാരുങ്കോ നീർനാഗം ഒച്ചയെടുക്കാൻ തുടങ്ങി. ആളുകൾ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത്. തമിഴ്നാട്ടിലുള്ള കടപ്പാട് ഞാനിത് തുറന്ന് സമ്മതിച്ചു കൊടുത്തു. എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുന്നു. ബാപ്പ പറഞ്ഞു, ഇതിനെന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാൻ വേണ്ടിയില്ല. ബാപ്പ സാധാരണ എന്നെ അടിക്കാറുള്ള ചൂരൽ വടി കൊണ്ട് 1/4 ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ച് തന്നു. 1/4 ഡസൻ കേട്ടോ. 1 ഡസൻ എന്ന് പറയുന്നത് എത്രയാണ്? 12. 1/4 ഡസൻ 12. 1/4 ഡസൻ 3 4ആയിട്ട് പാലിച്ചു. 12 4-1 4-1 4ആയിട്ട് പാലിച്ചല്ലോ എടുക്കുക. നല്ല 1-ാം നമ്പർ അടിയൊന്നുമല്ല, ഇടത്തരം അടിയായിരുന്നു കേട്ടോ. ഇടത്തരം എന്ന് പറഞ്ഞാൽ വലുതുമല്ല ചെറുതല്ല.